സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ വിവാദങ്ങളൊന്നും സൃഷ്ടിക്കാതെ വികസനത്തിനെ പറ്റി സംസാരിക്കൂ. വികസനം കൊണ്ടുവരണം. നമുക്ക് എന്താണ് കേരളത്തിൽ എന്താണ് വികസനം ഇനി കൊണ്ടുവരാനുള്ളത്? വിവാദങ്ങൾ സൃഷ്ടിക്കരുതെന്ന്. വിവാദങ്ങളെ പറ്റിയല്ല നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടത് വികസനത്തെ പറ്റി ചർച്ച ചെയ്യണം. ആരാണ് പറയുന്നത്? രാജീവ് ചന്ദ്രശേഖർ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്. അയാൾക്ക് മലയാളം നല്ലതുപോലെ സംസാരിക്കാൻ അറിഞ്ഞൂടാ. അതായത് പുറ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലുള്ള BJP-യുടെ നേതാക്കന്മാരെയും അവരെയും വിശ്വാസമില്ലാത്തതുകൊണ്ട് കേന്ദ്ര നേതൃത്വം നൂലിൽ കെട്ടി ഇറക്കിയതാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അപ്പൊ മലയാളം നല്ലപോലെ സംസാരിക്കാൻ അറിഞ്ഞൂടാ. വികസനം ചർച്ച ചെയ്യണമെന്നാണ്. കേരളത്തിൽ നിങ്ങൾ ഒന്നും വികസിപ്പിക്കേണ്ട. ഇനി വികസിക്കുന്നതിന്റെ പരമാവധി അത് വികസിച്ച്. കേരളം എന്ന് പറയുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാളും എല്ലാ കാര്യത്തിലും മുന്നിലാണ്. കേരളം എന്ന് പറയുന്നത് തന്നെ പലരും ചോദിക്കാറുണ്ട്, എവിടെയൊക്കെയാണ് സിറ്റി എല്ലാം വലുത് എവിടെയൊക്കെയാണ് കേരളത്തിലുള്ളതെന്ന്. അപ്പൊ ഞാൻ പറയാറുണ്ട്, കേരളം മൊത്തത്തിൽ സിറ്റിയാണ്. എല്ലാ സ്ഥലവും സിറ്റിയാണ്. കാരണം നമ്മൾ കാണുന്നതാണ്. ഗ്രാമപ്രദേശങ്ങളെന്ന് പറയാനായിട്ട്, അതായത് നിങ്ങളുടെ ബീഹാറിലോ മധ്യപ്രദേശിലോ UP-യിലോ ബാക്കിയുള്ള മഹാരാഷ്ട്രയിലെ ആയിരുന്നാൽ പോലും നിങ്ങൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമാന്തരങ്ങളൊക്കെ ഒരുപാട് കാണാനൊക്കെ. ജനങ്ങളൊന്നും ഇല്ലാതെ, കെട്ടിടങ്ങളില്ലാതെ, ഒരു തിരക്കുമില്ലാത്ത സ്ഥലങ്ങൾ കാണാം. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ എന്ന് പറയുന്ന വികസനത്തിന്റെ മാക്സിമായി. നമുക്കിവിടുത്തെ കുഴപ്പമെന്ന് പറയുന്ന സ്ഥല പരിമിതിയാണ്. സ്ഥലങ്ങളില്ല. ആ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വ്യവസായങ്ങൾ സൃഷ്ടിക്കാമായിരുന്നു. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് വ്യവസായങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നതെന്നാണ് ജനങ്ങളുടെ ഒരു വിശ്വാസം. കാരണം ഏതൊരു പുതിയ കാര്യം കൊണ്ടുവന്നായിരുന്നാലും അവർ ആദ്യം അതിനെ എതിർക്കും, പിന്നീട് അതിനെ അനുകൂലിക്കും. അതായത് ഒരു 5 വർഷം 10 വർഷം എതിർക്കും. ആദ്യം കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്ക് അതിനെതിരെ ആദ്യം ശബ്ദിച്ചത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിൽ. അതെല്ലാവർക്കും അറിയാം, നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. പ്രീ ഡിഗ്രി കോളേജിന്റെ ഇതിൽ നിന്ന് പ്രത്യേകിച്ചൊരു ഇതിലായിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിനെ ആദ്യം എതിർത്തതും ഇവർ തന്നെയാണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ, റോഡിന്റെ വികസനം, വലിയ റോഡുകളും വ്യവസായ പാർക്കുകളും ഉണ്ടാകുന്ന ആ സ്ഥലം ഏറ്റെടുക്കാൻ ഒക്കില്ല. ജനങ്ങൾ മറ്റതാണ് മറിച്ചതാണ്. റോഡിന്റെ വികസനം വന്നാലും ശരി, അത് അങ്ങനെ ഒക്കില്ല. പാവപ്പെട്ടവരുടെ പിന്നെ സ്ഥലങ്ങൾ പോവും. അങ്ങനെ അവർ അധികാരത്തിൽ വരുമ്പോൾ ഇതൊക്കെ അവർക്ക് നടത്താൻ കഴിയും. വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിലായിരുന്നാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവരാണ്. അപ്പോ അവരധികാരത്തിൽ എന്തായാലും തുടങ്ങി വെച്ച് ഉമ്മൻചാണ്ടി സർക്കാർ. അതിന്റെ ക്രെഡിറ്റ് പിണറായി സർക്കാരിന് വേണം. അപ്പോ അദാനി അംബാനിയൊക്കെ ഇപ്പൊ അവരുടെ സുഹൃത്തുക്കളാണ്. പണ്ടെന്ന് പറഞ്ഞ കുത്തക മുതലാളിയാണ്.